ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേക്ക് വിത്ത് ഷിൻസി. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫലാഫൽ റാപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് റാപ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫലാഫൽ റാപ്പ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ റാപ്പിന് ആദ്യം തന്നെ വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതുപോലെ ഞാൻ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയിലാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫലാഫൽ റെഡി ആക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ അധികമാവരുത്, അധികമായാലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചെറിയ ജീരകം, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ ഒരു മിക്സിലേക്കാണ് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടല നന്നായിട്ട് അരഞ്ഞിട്ടില്ലേ എന്ന് നോക്കണം. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഒരു 4 ബ്രെഡ് ഞാൻ സൈഡ് കളഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ബോളാക്കി വെച്ചിട്ടുള്ള ഫലാഫൽ ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ താമയും ഇവിടെ നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് റാപ്പാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുബൂസും അതുപോലെ തന്നെ മയോനൈസും ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനൊരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോനൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മയോനൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുള്ള താമിയ ഒന്ന് പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ബട്ടർ പേപ്പർ സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് നമുക്ക് ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വെള്ളക്കടല ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്കിനി റാപ്പല്ലെങ്കിലും ഇതുപോലെ ഫലാഫൽ ഒറ്റയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ്. താങ്ക്